ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ചാത്തന്നൂരിലെ BJP MLA BB ഗോപകുമാറിന് നേരെ വധഭീഷണി. ഫോണിൽ വിളിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വധഭീഷണി മുഴക്കിയത്. എറണാകുളം സ്വദേശിയുടെ പേരിലുള്ള നമ്പറിൽ നിന്നാണ് ഫോൺ കോൾ എത്തിയത്. MLAയുടെ പരാതിയിൽ ചാത്തന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആദ്യം ഒരു പ്രതികരണം. വിവരങ്ങളുമായി മനോജ് ചേരുന്നുണ്ട്. മനോജ്, ചാത്തന്നൂർ MLA BB ഗോപകുമാറിന് നേരെ വധഭീഷണി. ആരാണ് ഈ വധഭീഷണി മുഴക്കിയ ആൾ? ഈ പ്രതിക്കെതിരെ എന്തെങ്കിലും സൂചന ലഭിച്ചോ? എന്തൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഇത്തരത്തിൽ ഭീഷണി ഉന്നയിച്ചത്? മനോജ്, അശ്വതി, കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് MLAയുടെ ഫോൺ നമ്പറിലേക്ക് ഒരു കോൾ വരുന്നത്. ഈ കോൾ എടുത്തതിന് ശേഷം അവിടെ നിന്നും ഉണ്ടായിട്ടുള്ള പ്രതികരണം, അതായത് നിരന്തരമായി അസഭ്യം പറയുകയും തുടർന്ന് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയുമായിരുന്നു. അതിന്റെ ഓഡിയോ സന്ദേശമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഫോണിൽ നിരന്തരമായി വിളിച്ചുകൊണ്ടിരുന്നു. MLA ഫോൺ എടുക്കുമ്പോഴേക്കും ഇത്തരത്തിലുള്ള വധഭീഷണി മുഴക്കുകയാണ്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് MLA പരാതി നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ചാത്തന്നൂർ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളത്ത് നിന്നാണ് വിളിച്ചിരിക്കുന്നത് എന്നുള്ളത്, അതായത് എറണാകുളം സ്വദേശിയുടെ പേരിലുള്ള സിമ്മിൽ നിന്നാണ് ഈ കോൾ വന്നത് എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. എന്തായാലും ഈ സാമൂഹിക മാധ്യമങ്ങളിലടക്കം BB ഗോപകുമാർ കേരളത്തിലെ BJPയുടെ നിയമസഭാ കക്ഷി നേതാവാണ്. അതോടൊപ്പം തന്നെ ചാത്തന്നൂരിലെ MLA ആണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം സാമൂഹിക മാധ്യമങ്ങളിലടക്കം വളരെയധികം പ്രശസ്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, കേരള നിയമസഭയിലെ ബഡ്ജറ്റ് സെഷനിലടക്കം വിവിധ വിഷയങ്ങളെ കുറിച്ച് ഉന്നയിച്ചുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു പ്രതികരണം അത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനുമെതിരെയും രാജ്യവിരുദ്ധ ശക്തികൾക്കുമെതിരെ BB ഗോപകുമാർ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഇതിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള ഒരു സ്വാധീനവും അതോടൊപ്പം തന്നെ ജനപിന്തുണയും അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ട്. ഇതിൽ വിരളി പോകേണ്ട ആരവുമാണ് ഇത്തരത്തിൽ ഒരു ഭീഷണിയുമായി രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഈ വ്യക്തിയെക്കുറിച്ചുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്ന് തുടരുകയാണ്. കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗവും ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് ആരാണ് എന്ന് കണ്ടെത്തുന്നവരെ ഈ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. MLA സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഭീഷണിയും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അസഭ്യമൊക്കെ തനിക്ക് നേരെ വന്നാലും അതിനെയൊക്കെ തന്നെ എതിർത്ത് നിൽക്കും, നിയമത്തിന്റെ വഴിക്ക് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് MLA അറിയിച്ചിട്ടുള്ളത്. മനോജ്, നമുക്കറിയാം ചാത്തന്നൂരിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ നീണ്ട വർഷങ്ങളായി അവിടെ CPM-ന്റെ കുത്തകയായിരുന്നു. അവിടെയാണ് ഒരു താമര വിരിയുന്നത്. BB ഗോപകുമാർ അവിടെ ആദ്യത്തെ BJP MLA ആയി എത്തുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇദ്ദേഹത്തിന് ആരെങ്കിലും സംശയമുണ്ടോ? ഇദ്ദേഹം നൽകിയ പരാതിയിൽ തനിക്ക് സംശയമുള്ള ആരെങ്കിലും അദ്ദേഹം പോലീസിനോട് പറഞ്ഞിട്ടുണ്ടോ? എങ്ങനെയാണ് പോലീസിന്റെ അന്വേഷണം? ഏത് ദിശയിലാണ് പുരോഗമിക്കുന്നത്? സ്വാഭാവികമായും ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. MLAക്ക് ഇപ്പോൾ ആരാണ് തന്നെ വിളിച്ചതെന്നോ അല്ലെങ്കിൽ തന്നെ ഈ അസഭ്യം പറഞ്ഞതോ അല്ലെങ്കിൽ വധഭീഷണി മുഴക്കിയതോ ആരാണെന്നുള്ള കാര്യം, അത്തരത്തിലുള്ള സംശയമൊന്നും MLAയുടെ ഭാഗത്തു നിന്നുമില്ല. കാരണം ആരാണ് എന്നത് കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ചാത്തന്നൂരിൽ ആദ്യമായി BJP വിജയിക്കുന്നത്, അതായത് കേരളത്തിൽ ആദ്യമായി BJP MLA വിജയിക്കുന്നത്, ആദ്യം വിജയിക്കുന്നത് BB ഗോപകുമാറാണ്. അദ്ദേഹത്തിന്റെ പിന്നീട് ഓരോ കാര്യങ്ങളും, അതായത് നിയമസഭയിലടക്കം അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ, അതോടൊപ്പം തന്നെ മണ്ഡലത്തിലെ കാര്യങ്ങളിലുള്ള ഇടപെടലുകളെല്ലാം തന്നെ വലിയ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ശരി മനോജ്, വിവരങ്ങൾ വ്യക്തമാണ്. ഇപ്പോൾ ചാത്തന്നൂരിലെ BJP MLA BB ഗോപകുമാറിന് നേരെയാണ് ഇത്തരത്തിൽ വധഭീഷണി വന്നിരിക്കുന്നത്. അദ്ദേഹം അധികാരത്തിലേറിയതിനു ശേഷം, MLA ആയി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചാത്തന്നൂരിൽ ചെയ്യുന്നു. സ്വാഭാവികമായും അസ്വസ്ഥരാണ് അവിടെയുള്ള BB ഗോപകുമാറിന്റെ എതിരാളികൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് ശത്രുക്കളുണ്ട് എന്ന കാര്യത്തിൽ ഉറപ്പാണ്. എന്നാലും ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് MLA. ചാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. കൊല്ലത്ത് നിന്നും M മനോജ്.